രണ്ട് ഫിനാൻസ് പെൻഡിങ്ങുള്ള വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഒരു ഫിനാൻസിനെ ഇപ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞപ്പം അവർക്ക് താല്പര്യമില്ല, അവർക്ക് വണ്ടി കൊണ്ടുപോയിട്ടുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാശി. വർക്കലയിൽ ടൂറിസ്റ്റ് ബസ് ജപ്തി ചെയ്യാനുള്ള ശ്രമം ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചു. ബസ്സുടമ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തി. ഫിനാൻസ് മുടങ്ങിയതിനെ തുടർന്നാണ് ടൂറിസ്റ്റ് ബസ് റിക്കവറി ചെയ്യാനെത്തിയ സംഘത്തിന്റെ നടപടിയുണ്ടായത്. വർക്കലയിൽ ഇത് വൻ സംഘർഷത്തിനും നാടകീയ രംഗങ്ങൾക്കുമാണ് കാരണമായത്. 2 മാസത്തെ അടവ് മുടങ്ങിയതിനെ തുടർന്ന് ചോളമണ്ഡലം ഫിനാൻസ് കമ്പനി അധികൃതർ റിക്കവറി വാഹനം ഉപയോഗിച്ച് ബസ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മരക്കടമുക്കിൽ ഇന്ന് പകലായിരുന്നു പരസ്യമായ ജനവിരുദ്ധ നടപടികളും പ്രതിഷേധങ്ങളും അരങ്ങേറിയത്. വർക്കല സ്വദേശിയായ ഷംനാദിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രോസോ എന്ന ടൂറിസ്റ്റ് ബസ് പിടിച്ചെടുക്കാനായിരുന്നു ഫിനാൻസ് കമ്പനി ജീവനക്കാർ എത്തിയത്. തങ്ങളുടെ പക്കൽ നിയമപരമായ രേഖകൾ ഉണ്ടെന്നും അതനുസരിച്ചാണ് വാഹനം കൊണ്ടുപോകാൻ വന്നതെന്നും ഫിനാൻസ് അധികൃതർ വ്യക്തമാക്കിയതോടെ ബസ്സുടമ ഷംനാദ് കടുത്ത മാനസിക വിഷമത്തിലാവുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശരീരത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തുകയുമായിരുന്നു. 2 ഫിനാൻസേ മുടക്കുള്ളൂ. അവര് കോട്ടയം, ഞാൻ അറിയാതെ കൊല്ലത്ത് കോട്ടയം പേപ്പർ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ അവർ പറഞ്ഞ വണ്ടി കൊണ്ടുപോകണം, 2 ഫിനാൻസ് പെൻഡിങ്ങുള്ള വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഒരു ഫിനാൻസിനെ ഇപ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞപ്പം അവർക്ക് താല്പര്യമില്ല, അവർക്ക് വണ്ടി കൊണ്ടുപോയിട്ടുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാശികൾ. അല്ലാതെ അവർ ഒന്നുമില്ല, അവർ പറഞ്ഞില്ല അവരെ ആടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പൈസ അടയ്ക്കായിരിക്കും, വണ്ടി കൊണ്ടുപോയി പെട്രോൾ ഒരു ലക്ഷ്യമില്ല ജീവിക്കുക, ഒരു നിവർത്തിയില്ല. ഈ ഓട്ടോയിലത്ത് 3 മാസം കൊണ്ട് എന്തിനു ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ഉള്ള മറിച്ച് തിരിച്ചാൽ കൊടുക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തുമില്ല. അവരെ ഭാഗത്ത് തന്നെ പിടിച്ചോണ്ടിരിക്കും. ചോളമണ്ഡലം ഫിനാൻസിന്റെ പ്രശ്നങ്ങളാണ്. പിന്നീട് നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. ഉടമയുടെ പെട്രോൾ ഒഴിച്ചുള്ള ആത്മഹത്യാ ശ്രമം കണ്ടതോടെ പ്രദേശവാസികളും യാത്രക്കാരുമടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചുകൂടുകയും ഫിനാൻസ് കമ്പനിയുടെ നടപടി തടസ്സപ്പെടുത്തുകയും ചെയ്തു. ബസ്സുടമയ്ക്ക് പിന്തുണയുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ പ്രദേശത്ത് ക്രമസമാധാന നില തകിടം മറിഞ്ഞു. സംഭവമറിഞ്ഞ് വർക്കല പോലീസ് ഉദ്യോഗസ്ഥർ ഉടനടി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമവും നടത്തി. പോലീസ് സാന്നിധ്യത്തിലും വാഹനം വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഉടമ ഷംനാദ് ബസ്സിന് സമീപം തന്നെ നിലയുറപ്പിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഫിനാൻസ് കമ്പനിയുടെ റിക്കവറി നടപടികൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ നിലപാടുകൾക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. സ്ഥലത്ത് നിലവിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിസ്മയ ന്യൂസ്, വർക്കല.